കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് ചാടിപ്പോയ സംഭവത്തിൽ 4 പോലീസുകാർക്കെതിരെ നടപടി വരുന്നു. പ്രതി ചാടിപ്പോയ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CPOമാരെ സ്ഥലമാറ്റി. AR ക്യാമ്പിലായിരുന്ന ഉദ്യോഗസ്ഥരെ കുന്ദമംഗലം, പന്നിയങ്കര, ഫറൂഖ്, ചേവായൂർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റിയെന്നാണ് വിവരം. ദീപക് തർമ്മണം ഈ വാർത്തയുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കേരള പോലീസിന് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ അപമാനകരമായ ചാട്ടമായിരുന്നു ഇത്. കുതിരവട്ടത്തു നിന്നും പലപ്പോഴായി ചാടിയ ആളാണ് ഈ വിനീഷ്. ദൃശ്യ കൊലക്കേസിലെ മുഖ്യപ്രതിയാണ്. ഈ പ്രതി ചാടിപ്പോകുന്ന സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 പോലീസുകാർ, ആ പോലീസുകാർക്കെതിരെ നടപടി ഒഴിവാക്കാൻ ആദ്യം പോലീസ് ശ്രമിച്ചിരുന്നു. കാരണം അവർ ആ ഘട്ടത്തിൽ അവരുടെ അശ്രദ്ധയായിരുന്നുവെങ്കിൽ പോലും പെട്ടെന്നൊരു നടപടി വേണ്ട എന്നായിരുന്നു. കാരണം വിനീഷിനെ പിടികൂടാൻ വേണ്ടി പോലീസ് വലവിരിച്ചു. സംസ്ഥാനത്തിന് പുറത്ത് കർണാടകത്തിലും തമിഴ്നാട്ടിലും ശ്രമം നടത്തി. ഇതിനിടയിൽ മംഗലാപുരത്ത് നിന്നും ഒരു വിവരം, മംഗലാപുരത്തുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. പക്ഷേ പോലീസ് അവിടത്തേക്ക് പോവുകയും പരിശോധിക്കുകയും ചെയ്തപ്പോൾ അതല്ല, ഒരു സൈബർ വിവരമായിരുന്നു. പക്ഷേ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഈ വളരെ ബുദ്ധിമാനായ ഒരു ക്രിമിനലാണ് ഈ വിനീഷ് എന്നതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് ആ ശ്രമത്തിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിൽ ഒരു വിപുലമായ അന്വേഷണ സംഘം ഇതിനു വേണ്ടി രൂപീകരിച്ചു. IP ആണ് അവിടുത്തെ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. പക്ഷേ എന്നാൽ ഈ നിമിഷം വരെ ഫലം കണ്ടിട്ടില്ല. 29-ാം തീയതി അർദ്ധരാത്രിയിലാണ് ചാടിപ്പോയത്. 3 ആഴ്ച പിന്നിടുമ്പോഴും നമ്മുടെ സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ വിനീഷിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് 3 പേർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അന്ന് രാത്രി കുതിരവട്ടത്തെ സെക്യൂരിറ്റി ചുമതലയിലുണ്ടായിരുന്ന 3 പോലീസുകാർ, അതായത് CPOമാരെയാണ് വിവിധ സ്റ്റേഷനിലേക്ക്, ഇവരെല്ലാം തന്നെ DHQയിൽ നിന്നും ഡ്യൂട്ടിയിലുള്ളവരായിരുന്നു. ഇവരെ കുന്നമംഗലം, പന്നിയങ്കര, ഫറൂഖ്, ചേവായൂർ സ്റ്റേഷനുകളിലേക്കാണ് ഈ ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ കൃത്യവിലോപം കാണിച്ചു എന്ന് കൃത്യമായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടു. ഇവർ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. അതുകൊണ്ടാണ് പ്രതിക്ക് ചാടിപ്പോയത് പോലീസ് അറിയാതെ പോയത്. ആ ഘട്ടത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ കൺട്രോൾ റൂം പോലീസുകാർ പറന്ന് പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ആ വീഴ്ചയിലാണ് നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.